അസ്സലാമു അലൈക്കും. സമസ്ത 2023-24 പാദവാർഷിക പരീക്ഷയിൽ 6-ാം തരത്തിലെ ദുറൂസുൽ ഇഹ്സാനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് പറയാൻ പോകുന്നത്. സെക്ഷൻ 1 യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർക്കാനാണ് പറയുന്നത്. ഒന്നാമത്തത് വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. 2 ഷിർക്ക് ചെയ്യൽ അല്ലാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല. 3 വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. 4 വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉ ബിഹാ. 5 പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. 6 ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വ സിയാദ. 7 വവസൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. സെക്ഷൻ 2 പൂർത്തിയാക്കാം. 1 അള്ളാഹുവിന് 99 പരിശുദ്ധ നാമങ്ങളുണ്ട്. 2 ഒരാളുടെ ഗുണവിശേഷണങ്ങൾ കൂടുതലായി അറിയുമ്പോഴാണ് അയാളോട് കൂടുതൽ അടുപ്പം തോന്നുക. 3 ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. 4 മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഹു. 5 അസ്കലു സ്വലാത്തി അലൽ മുനാഫിഖീന സലാത്തുൽ ഇശാഇ വ സലാത്തുൽ ഫജ്ർ. സെക്ഷൻ 3 വ്യക്തമാക്കാം. തൗഹീദ് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് തൗഹീദ്. 2 ഇബാദത്ത് അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. 3 ഇഹ്സാൻ നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. സെക്ഷൻ 4 ഉത്തരം എഴുതാം. 1 നാം നന്മയിൽ വർത്തിക്കണം. ആരോടെല്ലാം? നമ്മുടെ കുടുംബക്കാർ, അയൽവാസികൾ, കൂട്ടുകാർ. 2 നീ മുഹ്സിനാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് പറഞ്ഞത്? ആൻസർ സ്വർഗം ലഭിക്കാനുള്ള അമൽ പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ട ആളോടാണ് പറഞ്ഞത്. 3 അള്ളാഹു മാപ്പാക്കാത്ത 2 മഹാപാപങ്ങൾ ഏതാണ്? ഷിർക്കും കുഫറും. 4 നാം എന്ത് ലക്ഷ്യത്തിലാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ തിരുദർശനത്തിൻ്റെ ലക്ഷ്യമാക്കിയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. സെക്ഷൻ 5 ക്രമത്തിലാക്കാം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക വ ഹുബ്ബ മൻ യുഖർരിബുനാ ഇലാ ഹുബ്ബിക്. ഇതാണ് ക്രമത്തിലാക്കുമ്പോൾ ഉണ്ടാവുക. സെക്ഷൻ 6 പൂർത്തിയാക്കാം. കള്ളികൾ അസ്മാഉൽ ഹുസ്ന കൊണ്ട് പൂർത്തിയാക്കാനാണ് പറയുന്നത്. അൽ അദ്ലു അൽ ലതീഫു അൽ ഖബീറു അൽ ഹലീമു അൽ അലീമു അൽ ഗഫൂറു അൽ ശക്കൂറു അൽ അലിയ്യു അൽ കബീറു അൽ ഹഫീർ. ഇത്രയും കാര്യങ്ങളായിരുന്നു 6-ാം തരത്തിലെ ദുറൂസുൽ ഇഹ്സാനിൽ നിന്ന് ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ടായിരുന്നത്. വല്ല ഡൗട്ടും വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിൽ ആൻസർ ഷീറ്റ് പരിശോധിക്കേണ്ടതാണ്. മദ്രസയിൽ എഴുതിയതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.